ഭാരത് സേവക് പുരസ്കാര ജേതാവ് കണ്ണൻ കെ പൊയിലൂരിന് നാട്ടുകാർ യാത്രയപ്പ് നൽകി. കലാ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കാണ് ഭാരത് സേവക് സമാജ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കണ്ണൻ കെ പൊയിലൂർ അർഹനായത്. തിരുവനന്തപുരത്ത് ചേർന്ന ചടങ്ങിലാണ് പുരസ്കാര സമർപ്പണം. പുരസ്കാരം ഏറ്റുവാങ്ങാനായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന കണ്ണൻ കെ പൊയിലൂരിന് സൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. നാടകാഭിനയം, ഹ്രസ്വചിത്രങ്ങൾ, കവിതാരചന, നോവൽ തുടങ്ങി കലയുടെ വിവിധ മേഖലകളിൽ കണ്ണൻ കെ പൊയിലൂർ കൈവരിച്ച സമാനതകളില്ലാത്ത നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. യാത്രയപ്പ് ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രദേശവാസികളും പങ്കെടുത്തു. വാർഡംഗം കെ സി മുകുന്ദൻ അധ്യക്ഷനായി. പൊയിലൂർ കലാകാര കൂട്ടായ്മ സെക്രട്ടറി മനോജ് കല്ലായി, സുരേന്ദ്ര മാസ്റ്റർ, സുരേഷ് ബാബു, എ സി ദാമോദരൻ, രമേശൻ കൂട്ടായി, പി ഷൈറീന, ചാലൽ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൻ കെ പൊയിലൂരിന്റെ സർഗാത്മകമായ ഇടപെടലുകൾക്കും എഴുത്തിനും അഭിനയത്തിനും ലഭിച്ച അംഗീകാരമായാണ് പൊയിലൂർ ജനത ഈ പുരസ്കാരത്തെ കാണുന്നത്. ഞാൻ എഴുതിയ ഒരു ഗാനത്തിന് ഇതിനു മുമ്പ് ഒരു ദേശീയ അംഗീകാരം ലഭിച്ചതിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇന്ന് എനിക്ക് വേണ്ടി ഒരുപാട് വിലപ്പെട്ട സമയം ചെലവഴിച്ച് എൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഒരുപാട് കലാകാരന്മാർ, എന്നെക്കാട്ടും കഴിവുള്ള ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. എത്രയോ ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വിചാരിച്ചാൽ ഒരു നല്ലൊരു സ്ഥാപനം, ഒരു വായനശാല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്ത പോലത്തെ ഒരു കലാകാര കൂട്ടായ്മ, അത്തരം വേദികൾ ഉണ്ടാകുമ്പോൾ ഈ വഴിതെറ്റി പോകുന്ന ചില വ്യക്തികളെ നമുക്ക് കലാപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ഞാൻ. കാരണം എൻ്റെ വിദ്യാഭ്യാസവും മറ്റ് എൻ്റെ ജീവിത എല്ലാ കാര്യങ്ങളും അറിയുന്ന നാട്ടുകാരാണ്. ഞാനൊരു വലിയൊരു കലാകാരനോ അല്ല, നിസ്സാരമായ ഒരു വ്യക്തിയാണ്. എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൽ ഞാൻ എപ്പോഴും മുഴുകിക്കൊണ്ട് അതിനിടയിൽ ചെയ്യുന്ന അത്യാവശ്യം പരിപാടികളാണ്. കാരണം ഈ കലകളിൽ ഒരു കലാവിധിയിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യമായിട്ടുള്ള പടികൾ കയറിയത്. കാരണം ഞങ്ങൾ ഏത് നാടകത്തിലും ഏത് പരിപാടിയിലും കലമ്പൊരു മുൻപന്തി ഉണ്ടാവും. ഏത് വേഷം കൊടുത്താലും അത് ഭംഗിയാക്കി തീർക്കേണ്ട ചുമതല കലമ്പൊഴിയുന്നുണ്ട്. അവരുടെ ഗാന രചയിതാവ് എന്ന നിലയിൽ അവർക്ക് രണ്ടാമത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നാളെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. അവർക്കുള്ള യാത്രയപ്പ് ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണേട്ടനെ കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ കഴിവുകൾ, ഗാനരചയിതാവ് കൂടിയല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് കണ്ണേട്ടൻ. അത്തരത്തിൽ നല്ല നല്ല കഴിവുകൾ ഒരുങ്ങിക്കിടക്കുന്ന കണ്ണേട്ടൻ വൈകിയാണെങ്കിലും അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒട്ടേറെ പുരസ്കാരങ്ങൾ കണ്ണേട്ടന് വരും നാളുകളിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ കണ്ണേട്ടന് കിട്ടിയിട്ടുള്ള അവാർഡ് നമ്മുടെ നാട്ടില് ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പൊ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തവരും അത് അത്തരത്തിലുള്ള കഴിവുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകി ഇതേപോലെ കഴിവുകളിലേക്ക് കൊണ്ടുവന്ന് അവരെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തില് പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നാട്, ഇത്രത്തോളം ആ നാട്ടിലെ ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ അതിലും കൂടുതൽ സന്തോഷമാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ആൾക്കാരാണ് അദ്ദേഹത്തിനുള്ള എല്ലാ പ്രോത്സാഹനവും കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും കണ്ണേട്ടന് അതൊരു വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കണ്ണേട്ടൻ്റെ കൂടെ ഒരുപാട് നാള് നാടകത്തിൽ ശ്രീനാരായണ കലാസമിതിയുടെ നാടകങ്ങളിൽ എനിക്ക് അതിൻ്റെ ഭാഗമായി മാറാൻ സാധിച്ചിട്ടുണ്ട്.